Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റിനെയൊക്കെ iOSന്റെ രീതിയിലാക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ലോഞ്ചറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. I don't really ever feel at home, on my own, in the zone, that's the only way I know, feeling low, about to blow back up, here I never let the doubt creep in, gotta pop a couple more aspirin, I don't think I'll ever let you in, easier to break it off best friends, I don't really understand myself, I don't really understand, need help, I don't wanna be left on the shelf, couldn't even hear me if I yelled. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് നമ്മുടെ iPhone 11 ലോഞ്ചർ എന്ന് പറഞ്ഞ ലോഞ്ചർ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് നമുക്ക് എച്ച് ഹോം ബാർ ഫ്രീ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടല്ലേ നമുക്കൊന്ന് ഈ ഐഫോണിൻ്റെ രൂപത്തിൽ നമ്മുടെ ഫോണിനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ലോഞ്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഞ്ചർ ഓപ്പൺ ചെയ്യുമ്പം ജസ്റ്റ് ലോഡിങ് ഉണ്ട്. ലോഡിങ് കഴിഞ്ഞ ശേഷം കുറച്ച് അലോ കൊടുക്കേണ്ട ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അലോ കൊടുക്കാം. ആഡ് വരും, അതപ്പോൾ അവരുടെ ആണ്. ആ ലോഞ്ചറിന് ഒരു ആഡ് ഉണ്ട്, ആ ലോഞ്ചറിന് ചെറിയൊരു ആഡ് ഉണ്ട്. പക്ഷെ ഇത് വർക്കിംഗ് ആയ സമയത്തൊന്നും ആഡൊന്നും വരത്തില്ല. നമുക്കിപ്പോൾ ലോഞ്ചറിൻ്റെ സെറ്റിങ്സിൽ കയറി കണ്ടിന്യൂസ് പണിയുമ്പോൾ മാത്രമേ ഉള്ളൂ ആഡ്. പിന്നെ നമുക്ക് ലോഞ്ചർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് വാൾപേപ്പർ, ലോഞ്ചറിൻ്റെ തന്നെ വാൾപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് വാൾപേപ്പർ വേണോ അത് നമ്മൾ ജസ്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അലോ കൊടുക്കേണ്ട ഫയലുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ജസ്റ്റ് അലോ കൊടുത്തു വിടുക. അലോ കൊടുത്തു വിട്ട ശേഷം നമ്മളിവിടെ അതിനുശേഷം എനേബിൾ ചെയ്യേണ്ടത് അടുത്ത ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കയറിയിട്ട് ഇവിടെ iPhone 11 ലോഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഈ ലോഞ്ചറിൻ്റെ ഐക്കൺ ഏത് ഡിസൈൻ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐക്കണിൻ്റെ ഈ ഐഫോണിൻ്റെ അതേ ഡിസൈനിലുള്ളതാണോ അത് വേറൊരു രീതിയിലുള്ളത്, ഇപ്പോൾ ഇത് സാംസങ്ങിൻ്റെയൊക്കെ മോഡലുള്ള ഐക്കോൺ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഫോണിൻ്റെ അതേ രീതിയിലുള്ള ഐക്കൺ മതി. ഇപ്പോൾ നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ലോഞ്ചർ ഒന്ന് ലോഡിങ് ആയി വരുന്നതാണ്. അപ്പോൾ ലോഞ്ചർ ലോഡിങ് ആയ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് ലോഞ്ചർ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ സ്കിപ്പ് അടിച്ച് വിട്ടാൽ നമുക്ക് ലോഞ്ചർ സെറ്റ് നൗ കൊടുക്കാം. സെറ്റ് നൗ കൊടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തു, ലോഞ്ചർ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോഞ്ചറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പിടികിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ബാക്ക് പോകാൻ, ഇവിടെ ബാക്ക് ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫോണിൻ്റെ ഒറിജിനൽ നാവിഗേഷൻ ബട്ടണും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പാനലും ഒന്നുമില്ല, അതെല്ലാം ഹൈഡായി കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അസംബ്ലിയിൽ കയറുക, മോർ ഡൗൺലോഡ് ഓപ്ഷനിൽ iPhone 11 ലോഞ്ചർ എന്നുള്ളത് ഇനേബിൾ ചെയ്തിടുക. അതിനുശേഷം ബാക്ക് പോവുക. ബാക്ക് പോയ ശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റീസെൻറ്റ് ആപ്ലിക്കേഷൻ ഇടുക. റീസെൻറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ വരും. പിന്നീട് ഇത് കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഈ ഒരു റീസെൻറ്റും ബാക്ക് ബട്ടണും ഈ ഹോം ബട്ടണും ഒന്നും കാണില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കൊടുത്ത് വേറൊരു ഓപ്ഷൻ വരേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇവിടെ വര പോലും ഇല്ല. നിങ്ങൾക്ക് കണ്ടോ, ഒരു നാവിഗേഷൻ ബട്ടൺസ് പോലും അവിടെ കാണില്ല. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ എച്ച് ഹോം ബാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ എടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ഹോം ബാർ ആപ്ലിക്കേഷൻ നമ്മൾ ഓക്കെ കൊടുത്ത ശേഷം അതിന് ഇനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വൈപ്പ് ലെഫ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ റീസെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത് ഇൻക്ലൂഡ് നമ്മൾ ചെയ്യണം. എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അസംബ്ലറിൽ പോകണം. അസംബ്ലറിൽ പോയിട്ട് മോർ ഡൗൺലോഡ് ഓപ്ഷനിൽ കയറിയിട്ട് എച്ച് ഹോം ബാർ ഫ്രീ എന്ന് പറഞ്ഞതുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ബാക്ക് പോവുക. ബാക്ക് പോയ ശേഷം നമ്മൾ രണ്ടാമത് സ്വൈപ്പ് റൈറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നമ്മൾ ബാക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് പോവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ റീസെൻറ്റ് പെട്ടെന്ന് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ലോക്കാക്കി ഇടുക. ലോക്കാക്കി ചില ഫോണിൽ ഇത് ലോക്കാക്കി ഇടേണ്ട ആവശ്യമില്ല. റീസെൻറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ബാക്ക് ബട്ടൺ പോവില്ല. ഇതിന് റെഡ്മി ഫോണിലൊക്കെ ഇത് ലോക്ക് ചെയ്തിട്ടാൽ മാത്രമേ ഇത് ഇവിടെ കിടക്കുന്നുള്ളൂ, അത് എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക് പോവാം. ഇനി നമുക്ക് ഈ ലോഞ്ചറിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം, എങ്ങനെ ഉണ്ടാവും. ഈ ലോഞ്ചർ ഐഫോണിൻ്റെ കൂട്ട് തന്നെയാണോ എന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ലോക്ക് ആക്കുവാണ്, നമ്മുടെ ഫോണിനെ ഒന്ന് ലോക്ക് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ നോക്കാം. ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കണ്ടോ ആ ലോഞ്ചറിൻ്റെ ഒരു ഇത് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. iOSൻ്റെ കൂട്ട് തന്നെ മേലോട്ട് അൺലോക്ക് ആയി. പക്ഷേ ആ ഒരു സൂമിങ് ഔട്ടും സൂം ഔട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് കിട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്നും ഇതിനകത്തില്ല. ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സ് ഒന്ന് കയറി നോക്കാം. സെറ്റിങ്സ് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം സെറ്റിങ്സിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നതാണ്. കൺട്രോൾ സെൻറ്റർ, നോട്ടിഫിക്കേഷൻ സെൻറ്റർ, അതുപോലെ അസിസ്റ്റൻറ്റീവ് ടച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്തിടുന്നതാണ് iOSൻ്റെ കൂട്ട്. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. പിന്നെ അതിന് ബാക്ക് പോവുക. ഇപ്പോൾ ഒരു ആഡിൽ നെറ്റ് ഓൺ ആക്കി നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ആഡ് വരും. അപ്പോൾ അത് നമ്മൾ ബാക്ക് അടിച്ച് ക്ലോസ് ചെയ്യും. അപ്പോൾ ആഡിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട.
പിന്നെ എച്ച് ഹോം ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു ലോഞ്ചറിന്റെ സെഗ്മെന്റിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് വർക്കിംഗ് ആവാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു ബാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, എച്ച് ബാർ ഹോം എന്ന് പറഞ്ഞത്. അത് യൂസ് ചെയ്യുക. രണ്ടാമത് തീം, ഡെസ്ക്ടോപ്പ്, സ്ക്രോൾ എഫക്റ്റ്. അപ്പോൾ നമുക്ക് സ്ക്രോൾ എഫക്റ്റ് നോക്കാം. സ്ക്രോൾ എഫക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ സ്ക്രോൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ രീതിയിൽ എഫക്റ്റ് മാറ്റാം, ഈ രീതിയിൽ എഫക്റ്റ് മാറ്റാം, ഈ രീതിയിൽ എഫക്റ്റ് മാറ്റാം. അപ്പോൾ കുറേ രീതിയിൽ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ലോഞ്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിൽ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു ലോഞ്ചറാണിത്. പിന്നെ അതർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതർ സെറ്റിങ്സ് ഓപ്ഷനിൽ വേറെ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. നമ്മുടെ ഐക്കണിൻ്റെ സൈസൊക്കെ കുറയ്ക്കാൻ പറ്റും, അത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ലോഞ്ചറിൻ്റെ ഫുള്ള് ഡിസൈൻസ് നോക്കാം. തനി iOSന്റെ കൂട്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിനെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ അസിസ്റ്റൻറ്റീവ് ടച്ചിനകത്ത് നോക്കുമ്പം കാണാം ഫേവറേറ്റ്, അതുപോലെ നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ താഴോട്ട് വരുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്ക്രീൻഷോട്ട് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് നമുക്ക് അസിസ്റ്റൻറ്റ് ടച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക. ലോക്ക്, അതുപോലെ വോളിയം ഡൗൺ, അതുപോലെ വോളിയം അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് സെറ്റിങ്സ് ഉണ്ട്, പവർ ഉണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. പിന്നെ ഇവിടെ കിടക്കുന്ന റീസെൻ്റ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇതാണ്. നമുക്കിപ്പം അത് ഇവിടെ ഇനേബിൾ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇനേബിൾ ചെയ്തിട്ടേക്കുവാണ്, ഓൾറെഡി ഇവിടെ ഇനേബിൾഡ് ആണ്, അത് വർക്കിംഗ് ആവുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് ടച്ച് എടുക്കുമ്പോൾ കൺട്രോൾ സെൻറ്റർ ഉണ്ട്. കൺട്രോൾ സെൻറ്റർ കണ്ടോ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിനകത്ത് വേറൊരു ഇതുണ്ട്. നമ്മുടെ ഈ ഒരു ലോഞ്ചറിൽ വേറൊരു സെറ്റിങ്സ് ഉണ്ട്. ഈ സൈഡിൽ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഇട്ടെന്ന് വെച്ചാൽ കൺട്രോൾ പാനൽ. അപ്പോൾ നമുക്ക് കൺട്രോൾ പാനൽ കിട്ടി. അത് കഴിഞ്ഞ് ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ, ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ കിട്ടും. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ പാനൽ, ഇപ്പോഴത്തെ കൺട്രോൾ സെൻറ്ററും നോട്ടിഫിക്കേഷൻ പാനലും. അപ്പോൾ ഇങ്ങനെയാണ് iOSന്റെ ഡിസൈനൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കണ്ടോ. ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ iOSന്റെ അതേ രീതിയിൽ വർക്കാവും. പിന്നീട് നമ്മളൊരു കോൾ ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആ തീമിൻ്റെ, നമ്മുടെ ഒറിജിനൽ ഫോണിൻ്റെ തന്നെ ലോഞ്ചറിലായിരിക്കും ഓപ്പൺ ആയിരുന്നത്. അപ്പോൾ ആ ലോഞ്ചറിൻ്റെ ഇതൊന്നും കാണില്ല. ഫസ്റ്റ് സ്ക്രീനിൽ മാത്രമേ ആ ലോഞ്ചറിൻ്റെ എഴുതി കാണത്തുള്ളൂ. പിന്നീടുള്ളതെല്ലാം നമ്മുടെ ഫോണിൻ്റെ വർക്കിംഗ് ആയിരിക്കും. ഫസ്റ്റ് സ്ക്രീൻ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്തിരുന്നാൽ പോലും നമ്മുടെ iOSന്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതിലുള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെടുത്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ എസ് ബാർ ഹോമിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി വരുന്ന ചില വീഡിയോസിൻ്റെയൊക്കെ, ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയാൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.